വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നേതൃത്വത്തിലുള്ള എൻ.ഡി.എ സഖ്യമായാലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യമായാലും സീറ്റ് വിഭജന ചർച്ചകൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നുള്ളതാണ് മുന്നിലുള്ള പ്രധാന അജണ്ട. ഡൽഹിയിലും പഞ്ചാബിലും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എയുടെ മുന്നണിയിലുള്ള പ്രധാന കക്ഷികളായ ശിവസേനയും ജെ.ഡി.യുവും ഒക്കെ പ്രതിപക്ഷ നിരയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ബി.ജെ.പി. ഇപ്പോൾ സഖ്യകക്ഷികളെ തേടുകയാണ്. ഇക്കാരണത്താൽ പഞ്ചാബിലെ ഒരു കാലത്തെ കൂട്ടായിരുന്ന ശിരോമണി അകാലിദൾ എൻ.ഡി.എ സഖ്യത്തിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ മുന്നിലുണ്ട്. കാരണം അവരെ കൂടെ ചേർക്കാനുള്ള അണിയറ നീക്കങ്ങൾ ബി.ജെ.പി. നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നതായിട്ടാണ് സൂചനകൾ. പഞ്ചാബിൽ 13 ലോക്സഭാ സീറ്റുകളാണുള്ളത്. കഴിഞ്ഞ തവണ ബി.ജെ.പി. ശിരോമണി അകാലിദൾ സഖ്യം 4 സീറ്റും ആം ആദ്മി പാർട്ടി 1 സീറ്റും ബാക്കിയുള്ളവ കോൺഗ്രസും നേടിയിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയ ചിത്രമാകെ മാറിയിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയാണ് സംസ്ഥാനം ഭരിക്കുന്നത്. കാർഷിക നിയമത്തിന്റെ പേരിൽ ശിരോമണി അകാലിദൾ ബി.ജെ.പിയുമായുള്ള സഖ്യം ഉപേക്ഷിക്കുകയായിരുന്നു. ലോക്സഭയിൽ കഴിഞ്ഞ സീറ്റുകൾ നിലനിർത്തണമെങ്കിൽ ബി.ജെ.പിയുമായി സഖ്യമുണ്ടാക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ള അവസ്ഥയാണ് അവിടെ. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി 42% വോട്ടുകൾ നേടിയിരുന്നു. കോൺഗ്രസിന് 22%, അകാലിദൾ ബഹുജൻ സമാജ്വാദി പാർട്ടി സഖ്യത്തിന് 20%, ബി.ജെ.പിക്കും മറ്റ് സഖ്യകക്ഷികൾക്കും 8% വോട്ട് ലഭിച്ചിരുന്നു. ഈ കണക്കനുസരിച്ച് ഒറ്റയ്ക്ക് ഒരു ലോക്സഭാ സീറ്റ് പോലും നേടിയെടുക്കാൻ അകാലിദളിനോ ബി.ജെ.പിക്കോ പഞ്ചാബിൽ സാധിക്കില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ മുൻ സീറ്റുകൾ നിലനിർത്താൻ അകാലിദൾ വീണ്ടും ബി.ജെ.പിക്കൊപ്പം പോകുമെന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ തവണ അകാലിദൾ 10 സീറ്റിലും ബി.ജെ.പി. 3 സീറ്റിലുമാണ് മത്സരിച്ചത്. ഇപ്പോൾ ബി.ജെ.പിക്ക് 6 മുതൽ 7 സീറ്റുകൾ വേണമെന്നതാണ് അവരുടെ ആവശ്യം. കോൺഗ്രസും ആം ആദ്മിയും ഒരുമിച്ച് പോരാടാൻ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. ബഹുജൻ സമാജ്വാദി പാർട്ടിയുമായി അകാലിദൾ സഖ്യത്തിലാണ്. ബി.ജെ.പിക്കൊപ്പം പോകണമെങ്കിൽ ഈ കൂട്ടുകെട്ട് തകർക്കേണ്ടി വരും. പ്രകാശ് സിംഗ് ബാദലിന് ശേഷം അകാലിദളിന്റെ നേതാവാണ് സുഖ്ബീർ സിംഗ് ബാദൽ. ബി.ജെ.പിയുമായുള്ള സഖ്യത്തിൽ തനിക്ക് ആശയപരമായ പ്രശ്നങ്ങളില്ല, സീറ്റ് പ്രശ്നം മാത്രമാണ് തടസ്സമെന്ന് സുഖ്ബീർ സിംഗ് പറഞ്ഞതോടെയാണ് ഈ വിഷയം ഉയർന്നു വരുന്നത്. എന്നാൽ ബി.ജെ.പിയുമായുള്ള സഖ്യത്തിൽ ബി.എസ്.പിക്ക് താല്പര്യമില്ലതാൻ. അങ്ങനെയെങ്കിൽ ബി.എസ്.പി. ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കേണ്ടി വരും. ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ശേഷി പഞ്ചാബിൽ ബി.എസ്.പിക്കില്ല. അതുകൊണ്ട് തന്നെ ബി.ജെ.പി. നിലപാട് അറിഞ്ഞതിന് ശേഷമായിരിക്കും സഖ്യം തുടരണമോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലേക്ക് ബി.എസ്.പി. കടക്കുകയുള്ളൂ.